മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലെത്തിയതിന്റെ ഓർമ്മ പുതുക്കി ചന്ദ്രദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് പിണ്ടിമന ഗവൺമെന്റ് യു.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾ. മൂൺ പ്രസ് മീറ്റ്, അമ്പിളിമാമനൊരു കത്ത് തുടങ്ങിയ വൈവിധ്യവും കൗതുകവും നിറഞ്ഞ പരിപാടികളും സംഘടിപ്പിച്ചു. ചന്ദ്രനെക്കുറിച്ചുള്ള അറിവും ശാസ്ത്ര അവബോധവും വർദ്ധിപ്പിക്കുന്ന പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലെത്തിയതിന്റെ ഓർമ്മ പുതുക്കി ദേശീയ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് പിണ്ടിമന ഗവൺമെന്റ് യു.പി. സ്കൂളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സമന്വയിപ്പിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മനോഹരമായ ഒരു പതിപ്പ് നിങ്ങളാണ് തയ്യാറാക്കിയതല്ലേ? അപ്പോൾ ഇതിലേക്ക് രചനകൾ നൽകിയ എല്ലാ കുട്ടികളെയും ഈ നിമിഷത്തിൽ ചാന്ദ്രദിന സന്ദേശം നൽകുകയും ഒപ്പം ചന്ദ്രയാനം എന്ന ചാന്ദ്രദിന പ്രത്യേക പതിപ്പ് പ്രകാശനം ചെയ്യുകയും ചെയ്തു. പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൂൺ പ്രസ് മീറ്റ് എന്ന വ്യത്യസ്ത അവതരണം ശ്രദ്ധേയമായി. അപ്പോളോ 11 എന്ന പേടകത്തിൽ വന്നിറങ്ങിയ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. എഡ്വിൻ ആൾഡ്രിനും മൈക്കിൾ കോളിൻസും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് മനുഷ്യ ചരിത്രത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കി. ചന്ദ്രൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന രൂപത്തിൽ ഒരുക്കിയ പരിപാടി കാണികളുടെ പ്രശംസ നേടി. ചന്ദ്രനെക്കുറിച്ചുള്ള കൗതുകകരമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മൂൺ ഫാക്ട്സ് വാൾ, വിദ്യാർത്ഥികൾ ചന്ദ്രന് എഴുതിയ കത്തുകളുടെ പ്രദർശനമായ അമ്പിളിമാമനൊരു കത്ത്, കഥാരചന, കവിതാരചന, ചിത്രരചന, ക്വിസ് മത്സരം എന്നിവയും നടന്നു. ശാസ്ത്രബോധം വളർത്തുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ PSLV റോക്കറ്റിന്റെ മാതൃകയും പ്രദർശിപ്പിച്ചു. ചന്ദ്രയാത്രയെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഏറ്റവും പുതിയ ബഹിരാകാശ വാർത്തകളുടെ അവതരണവും പരിപാടിക്ക് മാറ്റുകൂട്ടി. ചന്ദ്രനെക്കുറിച്ചുള്ള അറിവ് വളർത്തുകയും ശാസ്ത്രത്തോടുള്ള വിദ്യാർത്ഥികളുടെ താൽപര്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചത്. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം ചാന്ദ്രദിനാഘോഷത്തെ ശ്രദ്ധേയമാക്കി. അധ്യാപകരായ വിനീത ചന്ദ്രൻ, സന്ധ്യ തമ്പി, വിനീത PV എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.